എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. ഇപ്പോഴത്തെ കേരളത്തിലെ ആൾക്കാർക്ക് മുഖ്യമന്ത്രി ആരാവണം എന്നല്ല കൂടുതൽ അറിയേണ്ടത്. ഞാനത് മറച്ചു വെക്കുന്നില്ല. നാസിനെ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിപ്പിക്കുമെന്നാണ്. അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നാസിയെ ബസ്സിൽ യാത്ര ചെയ്യുമെന്നുള്ളതാണ്. KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നു ചെയ്യും. അത് നല്ല അടികൊള്ളാത്തതിന്റെ. ചില ആൾക്ക് അറിയേണ്ടത് ഞങ്ങൾക്ക് ഗർഭപാത്രം ഉണ്ടോന്നാണ്. ഉണ്ട്. എനിക്ക് ഗർഭപാത്രം ഉണ്ട്. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണ്. ജാസി അങ്ങ് KSRTC യിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി അങ്ങ് കുലുങ്ങി വീഴും, അല്ലെങ്കിൽ അതാക്കും ഇതാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് നോക്കാം ഭൂമി കുലുങ്ങുമെന്ന്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. പക്ഷെ ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യും ഫ്രീ ടിക്കറ്റ് ആയിട്ട്. നീ ഇങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങുന്നതിന്റെ രഹസ്യം എനിക്ക് അറിയാവടാ. ഇങ്ങോട്ട് നോക്ക്, എന്റെ കൊക്കില് ശ്വാസമുണ്ടെങ്കിൽ നിന്റെ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഇനിയിപ്പോ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഹാഫ് ടിക്കറ്റ് വേണം. കാരണം ഞാൻ സർജറി ചെയ്ത ആളാണല്ലോ. പകുതി പെണ്ണായ ആളല്ലേ നിങ്ങൾ പറയുമ്പോ, പകുതി പെണ്ണ്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക. ഞാൻ പകുതി പെണ്ണാണല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ. പകുതി പെണ്ണിന് പകുതി, അത് ന്യായല്ലേ? അത് ഉത്തരം പറ. അത് പുല്ലന്റെ അടുത്ത് വെച്ചാ പറ. അത് പോയിന്റ്. നിങ്ങൾ പറ, അത് ന്യായല്ലേ? അത് ന്യായാണ്. അത് ഞാൻ നേടിയെടുക്കും. അത് നേടിയെടുത്തിട്ടേ ഞാൻ അടങ്ങും. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു സ്ത്രീ ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചവന്റെ കാരണേ പൊളിക്കും. അപ്പൊ എന്തുകൊണ്ട് ജാസിക്ക് ഫ്രീ അല്ല? ഞാൻ പൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കണം. അപ്പോ ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.